ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വെജിറ്റബിൾ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു വളരെ സിമ്പിളായിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമുക്കൊരു കക്കിരി വേണം, ഒരു തക്കാളി വേണം. കക്കിരി നമുക്ക് തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കാം. തക്കാളി സ്ലൈസ് ചെയ്തെടുക്കുക. സ്ലൈസ് വെച്ചിരിക്കുന്ന തക്കാളി കക്കരി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കൊരു 3 ബ്രെഡിൻ്റെ പീസ് വേണം. ആ ബ്രെഡ് നോർമൽ ബ്രെഡ് മതി. അതിൻ്റെ സൈഡിലെ ക്രിസ്പി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ സ്പോഞ്ച് മാത്രം എടുക്കുക. നമ്മളിതൊരു 2 ലെയർ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ പുതിന ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്തൊരു വീഡിയോ പറഞ്ഞുതരാം. പുതിന ചട്നി നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പീസിൽ മയണൈസും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പുതിന ചട്നി അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 4 പീസ് കക്കിരി വെച്ച് കൊടുക്കുക. 4 or 5 അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ആ എംറ്റി പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൊമാറ്റോ വെച്ചിട്ട് ഒരു ലെയറോട് വെച്ച് കൊടുക്കുക. ഒരു 4 പീസ് ടൊമാറ്റോ വെച്ച് അതിൻ്റെ ഒരു ലെയറോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മയണൈസ് തേച്ച ആ ഒരു പീസിൽ വെച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് 4ആയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടന്ന് പോകാതെ നോക്കണം. നല്ല മുറിച്ചുള്ള ഷാർപ്പായിട്ടുള്ള കത്തിയുണ്ട്. നൈസായിട്ട് വലിയ ബലം കൊടുക്കാതെ മുറിച്ചെടുക്കുക. ഈ മുറിച്ച് വെച്ച പീസിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ടൊമാറ്റോ കാച്ചപ്പ് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ കാച്ചപ്പ്, കുറച്ച് ചീസ് ഇടാം. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ചീസ് കുറച്ച് മതി, അധികം വേണ്ട. വേണമെങ്കിൽ കുറച്ച് ആരെ ഇടാം കേട്ടോ, അത് നമുക്ക് പ്രശ്നമല്ല. ചീസ് ഇട്ടാൽ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മുടെ നോർമൽ ഒരു സാൻഡ്വിച്ച് റെഡിയാണ്. നമുക്ക് പിന്നെ കുറച്ചുകൂടെ ഒന്ന് റിച്ചാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മിക്സർ സാധാരണ മിക്സർ അത് ഒന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഒരു ക്രിസ്പിനെസ് കിട്ടും ആ സാൻഡ്വിച്ചിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ നല്ല സാൻഡ്വിച്ച് റെഡിയാണ്. നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച്. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.